പോകുന്നതാ, എന്നും ഇതൊരു തകരാറ് കൂടാതെ കഴിഞ്ഞു പോകുന്നതാ. ഇല്ല മോനെ, ഇല്ല. ദുനിയാവിനെ മാത്രം നീ സ്നേഹിച്ചു പോയാ അല്ലാഹു രണ്ടാമത് നിനക്ക് തരുന്നത് ജോലിയാണ്. ജോലി ചെയ്ത് സുഖിക്കാനുള്ള യോഗമില്ല. ജോലി കഴിഞ്ഞ് നാട്ടിൽ വരുമ്പോ മക്കളൊക്കെ നല്ല മട്ടൻ ബിരിയാണി, ആപ്പിൾ ജ്യൂസ് ഒക്കെ കുടിക്കുന്നു. വാപ്പാ ഒന്ന് വേണ്ടേ? വാപ്പ പറയില്ല മക്കളെ, എനിക്ക് ഗോതമ്പ് കഞ്ഞി മതി. ഇത്രയും കഷ്ടപ്പെടുന്നു മക്കൾക്ക് മട്ടൻ ബിരിയാണി, ആപ്പിൾ ജ്യൂസും, വാപ്പാക്ക് ഗോതമ്പ് കഞ്ഞി. ആഖിറത്തിന് വേണ്ടിയിട്ട് സ്ഥാനം ഒന്നാമത് കൊടുത്ത് രണ്ട് ദുനിയാവിനാക്കിയ അൽഹംദുലില്ലാഹ് ഈ ഒരു അവസ്ഥ വരൂല. പക്ഷേ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ദുനിയാവിനെ ഒരുപാട് മോഹിക്കുന്നവന് ഒരിക്കലും തീരാത്ത ജോലി നിനക്ക് അല്ലാഹു തരുന്നതാ. മൂന്നാമത് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ദുനിയാവിന് വേണ്ടി മാത്രം ജീവിക്കുന്നവന്, ദുനിയാവിനെ മാത്രം മോഹിക്കുന്നവന് ഒരിക്കലും തീരാത്ത ദാരിദ്ര്യമെന്ന് നിനക്ക് തരുന്നതാ. ദാരിദ്ര്യം തീരൂല, നിന്റെ ജീവിതത്തിന്റെ ദാരിദ്ര്യം തീരൂല. എന്നും ദാരിദ്ര്യം തന്നെയാണ്. പണമുണ്ടോ? പണമുണ്ട്. പക്ഷെ എന്തെന്നറിയില്ല, മനസ്സിന് വല്ലാത്ത ഫഖറാണ്, ദാരിദ്ര്യമാണ്. വല്ലാത്ത ദാരിദ്ര്യമാണ്. കാശുണ്ടെങ്കിലും ചില ആൾക്കാർക്ക് ദാരിദ്ര്യമില്ല. വലിയ കൊട്ടാരത്തിൽ കഴിയുന്നുണ്ട്, പക്ഷേ വൈകുന്നേരം ചമ്മന്തി പോലും അരച്ചു കഴിക്കാനുള്ള നിവൃത്തിയില്ലാത്ത എത്ര പേരുണ്ട്. ഞാൻ ഇവിടെ ഉണ്ടല്ലോ, ഈ തൊട്ടാപ്പ് കടപ്പുറത്തൊക്കെ വന്നപ്പോ കുറെ പാവപ്പെട്ടവരുടെ വീടുകളിൽ പോയത്. ശരിക്കും ഞാൻ സമയം അതിനു വേണ്ടി ചിലവഴിച്ചു. ഒരുപാട് പേരെ ഭവനങ്ങൾ, ഓല കൊണ്ട് മറച്ച വീട്ടിന്റെ അകത്ത് ഒരു സമ്പന്നനായ വലിയ മനുഷ്യന്റെ വീട്ടിൽ നിന്ന് കിട്ടാത്ത രുചികരമായ ഭക്ഷണം കിട്ടിയിട്ടുണ്ട്. ഇവിടെ നിന്ന് കൊണ്ടുപോയ ഇഞ്ചിപ്പുളിയുടെ അച്ചാർ ഇപ്പോഴും വീട്ടിൽ തീർന്നിട്ടില്ല. തൊട്ടാപ്പോ നമ്മൾ കൊണ്ടുപോയതാ, ഒളിച്ചു വെച്ചിരിക്കുകയാണ്. ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ മാത്രമേ എടുക്കുള്ളൂ, അല്ലെങ്കിൽ അത് പെട്ടെന്ന് തീർന്നു പോകുന്നു. അത്രയ്ക്ക് അല്ലാഹു തആല മനസ്സിന് സന്തോഷം കൊടുത്തിട്ട് ദുനിയാവിനെ മോഹിക്കാത്തവർക്ക് മാത്രം ഒന്ന് തരുന്ന ആഖിറത്തെ സ്ഥാനം കൊടുക്കുമ്പോൾ അല്ലാഹു ജീവിതത്തിന്റെ സുഖങ്ങൾ തരും. യഥാർത്ഥ മുതലാളി എന്ന് പറയുന്നത് ആരാ? മുതലാളി എന്ന് പറയുന്നത് വലിയ വലിയ എസ്റ്റേറ്റ് ഉള്ളവനല്ല. പാവപ്പെട്ടവൻ മുതലാളിയുടെ വീട്ടിൽ പോയിട്ട് മുതലാളി ഉണ്ടോ? അപ്പൊ താത്ത പറയില്ല, മുതലാളി ഓഫീസിലാണ്. അങ്ങനെ മുതലാളി വരുമ്പോ പറയണം, മോളെ കല്യാണം വിളിക്കാൻ വന്നതാ, ഒരു 5000 രൂപ കടവാട്ട് വേണമായിരുന്നു. മുതലാളിയോട് പറയണം. അതല്ല മുതലാളി. പിന്നെ ആരാ മുതലാളി? ആരാണ് മുതലാളി? ഒരുപാട് പണമുള്ളത്, ഒരുപാട് പവറുള്ളത്, ഒരുപാട് സ്വത്തുള്ളത് മുതലാളിയല്ല. പക്ഷേ വലാകിന്നൽ ഗിനാ ഗിനം നഫ്സി, ഏറ്റവും നല്ല മുതലാളി എന്ന് പറയുന്നത് മനസ്സിന് സമാധാനമുള്ളവനാ, മനസ്സിന് സ്വസ്ഥതയുള്ളവനാ, മനസ്സുകൊണ്ട് ദാരിദ്ര്യമില്ലാത്തവനാ. പണമുണ്ടായിട്ട് കാര്യമില്ല, മനസ്സിന്റെ അകത്ത് സമാധാനം ഉണ്ട്. ഇന്ന് നമ്മുടെ സഹോദരിമാർക്ക് എന്തിന്റെ കുറവാ? സഹോദരങ്ങൾക്ക് എന്തിന്റെ കുറവാ? നീ പറയുന്നത് നിന്റെ ഭർത്താവ് കൊണ്ടുതരുന്നില്ലേ? എന്റെ പ്രിയപ്പെട്ട തിരുവത്രയിലുള്ള പെങ്ങളെ, നിനക്കെന്ത് വേണമെന്ന് പറഞ്ഞാലും കൊണ്ടുതരുന്ന നിന്റെ ഭർത്താവില്ലേ? എന്നിട്ട് നിന്റെ മനസ്സിന് സമാധാനമില്ലാത്തത് അല്ലാഹുവെ മറന്നത് കൊണ്ടല്ലേ? ദിക്റുചൊല്ലാനും നിസ്കരിക്കാനും സമയമില്ലാതെ ഭൗതിക ലോകത്തിന്റെ അതിപ്രസരം ആഡംബരത്തോട് ആടിത്തിമർക്കുന്ന കാലഘട്ടത്തിൽ അല്ലാഹുവിന്റെ സ്മരണയുണ്ടല്ലോ, അല്ലാഹുവിന്റെ ഖുർആനുണ്ടല്ലോ, അല്ലാഹുവിന്റെ ദിക്ർ ചെയ്യലുണ്ടല്ലോ, ഖുർആൻ ഓതലുണ്ടല്ലോ, സുജൂദ് ചെയ്യലുണ്ടല്ലോ. അത് മനസ്സിന് സമാധാനം തരുന്നതെന്ന് ഖുർആൻ പറഞ്ഞത് വെറുതെയല്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മൂന്നാമത് അല്ലാഹു തരുന്ന പണിഷ്മെന്റ് എന്താ? അവന്റെ മനസ്സിൽ അല്ലാഹു എന്നും ദാരിദ്ര്യം തരുന്നതാ. നാലാമതോ ഒരിക്കലും തീരാത്ത ആർത്തി ഉള്ളത്. ആർത്തി, മറ്റുള്ളവരുടെ കയ്യിലിരിക്കണ കാണുമ്പോ ആർത്തി ഇങ്ങനെ കൂടുക. നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ ചെന്ന് മൊബൈൽ ഫ്രണ്ടിൽ വെച്ച് കൈകെട്ടിയപ്പോൾ അടുത്തിരിക്കുന്നവൻ അടുത്ത ഒന്നുകൊടുത്തുകൊണ്ട് അടുത്തവൻ വന്ന് കൈകെട്ടി. അവന്റെ 15,000-ന്റെ മൊബൈല്, ഇവന്റെ 5,000-ന്റെ മൊബൈൽ.
ഇവൻ ഫാത്തി ഓതുമ്പോഴൊക്കെ അതിലാണ് കാരണം എന്തേ ഇവൻ കാരണക്ക് വിലയില്ലാത്ത ഇത്തിരി വലിയ മൊബൈൽ ഇവിടെ നിന്ന് കിട്ടി. അടുത്ത വക്കത്തിൽ നിസ്കരിക്കാൻ വരുമ്പോ അവന്റെ തൊട്ടടുത്ത് 25,000 മൊബൈൽ അവൻ കൊണ്ട് വെക്കുന്നത് വരെ അവന് വെപ്രാണ്. കാരണം അവനെക്കാൾ അവന് കടത്തി വിട്ടണം. അതാണ് സഹോദരിമാർ, അങ്ങനെയല്ലേ? വീടിന്റെ അകത്ത് അടുക്കളയുടെ ഭാഗത്ത് സ്റ്റൂളിട്ട് അപ്പുറത്തെ വീട്ടിലേക്ക് നോക്കും. അവിടെ പുതിയ പെയിന്റ് അടിക്കുകയാണ്. പായലെ വിടാ, പൂപ്പലെ വിടാ, എന്റെ മച്ചാ നിങ്ങൾ വിടക്കടാ. അപ്പുറത്തെ വീട്ടിൽ അടിപൊളി പെയിന്റൊക്കെ അടിക്കുന്നു. നിങ്ങൾ ഇങ്ങനെ പൂതറ പൊട്ടിയ ഓടും വെച്ചുകൊണ്ട് ഇങ്ങനെ നടന്നേ. നിങ്ങൾക്ക് കാശുണ്ടാക്കണ്ട. അവളെക്കാലം മിടുക്കനാവണം. ചില സഹോദരിമാർക്ക് അത് വലിയ താല്പര്യമാണ്. നാട്ടിലുള്ള കുടുംബശ്രീയിലും പെണ്ണുങ്ങളോടൊക്കെ പറയാറില്ലേ, ഓ എന്റെ ഭർത്താവ് അടിപൊളിയാണ്. അതങ്ങനെ ഗൾഫില്, ഖത്തറില്, മസ്കറ്റില്, കുവൈറ്റില് എന്റെ ഭർത്താവ് കഴിഞ്ഞിട്ട് ഒള്ളു അവിടെ ഇറങ്ങിക്കിടില്ലോ എന്നാ പറയാം. പാവപ്പെട്ട അവിടെ കിടന്ന് കലം കഴിയണം അയാൾക്ക് മാത്രം. പക്ഷേ പെണ്ണുങ്ങളുടെ ഇടയിൽ പിടിച്ചു നിൽക്കാനുള്ളതാണ്. ചില സഹോദരിമാര് പറയും, നിന്റെ ഭർത്താവ് രാത്രി എന്താടി കഴിക്കുക? എന്റെ ഭർത്താവ് 2 ചപ്പാത്തി. ഭയങ്കര സ്റ്റൈലാണ് അങ്ങനെ പറയണത്. ചോറ് കഴിക്കണ നാണക്കേടാ. ചപ്പാത്തി, പിന്നെ ഗുളിയെ, പിന്നെ കോഴ്സ് ഉണ്ടല്ലോ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മാറ്റി കലങ്ങി കൊടുക്കണം. അത് വേണ്ടെന്നല്ല, അത് നല്ലതാ. പക്ഷെ അതൊരു അന്തസ്സിന് വേണ്ടിയാണ് നമ്മുടെ സഹോദരിമാരും പറയുന്നത് കഴിക്കാം. എന്റെ ഭർത്താവ് രാത്രി കിടക്കുമ്പോ 7 ഗുളിയ കഴിക്കും. 1, 2 അല്ല, 7 ഗുളിയ. മാരക രോഗിയാണ് തന്റെ ഭർത്താവ് എന്ന് പറയുന്നത് ഇന്ന് അഭിമാനമാണ്. രോഗമില്ലാന്ന് പറഞ്ഞാൽ നാണക്കേടാണ്. ഭർത്താവ് കള്ളു കുടിക്കുന്നു എന്ന് പറയുന്നത് അഭിമാനമാണ്. നിന്റെ ഭർത്താവ് വലിക്കോ? ഇല്ലടി. അജ്ജി നാണക്കേട്. നിന്റെ ഭർത്താവ് കുടിക്കൂലേ? അയ്യേ, ഇങ്ങനെ ഒന്നും ആണുങ്ങൾ. അതൊക്കെ എന്റെ ഭർത്താവ് മുഴുക്കുടിയനാണ്. രാത്രി ആയിക്കഴിഞ്ഞാൽ 4 കാലിന് വരും. വലിച്ചെടുത്ത് അകത്ത് കൊണ്ടിടും. ആട്ടെ ഞാൻ കിടന്നു. രാവിലെ പോകുമ്പോ 250 രൂപ തരും. 50 രൂപ ജോലിക്കൂലി. തലേ ദിവസം വലിച്ചുകൊണ്ട് വന്നിട്ട് 200 രൂപ ചെലവ്. ഇത് സന്തോഷമാണ് ചില ഭാര്യമാർ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഏറ്റവും വലിയ അഭിമാനം എന്ന് പറയുന്നത് ഇതൊക്കെയായി മാറി. അല്ലാതെ എന്റെ കുഞ്ഞ് ദിക്റ് ചൊല്ലിയടി, എന്റെ കുഞ്ഞ് ഇന്നലെ ഖുർആനിന്റെ ഫാത്തിഹ ഓതി, ഇതൊക്കെ പറയുന്നത് അഭിമാനമായിട്ട് കരുതുന്നവരില്ല. അപ്പൊ ആർത്തിയുണ്ടാവും. മറ്റൊരാളുടെ സ്വത്ത് കാണുമ്പോ, മറ്റൊരാളുടെ ജീവിതം കാണുമ്പോ എനിക്കതിനേക്കാൾ വേണമെന്നുള്ള ആർത്തി. ഒരു വിശ്വാസിക്ക് ആർത്തിയുണ്ടാവാൻ പാടില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ വന്നുകൊണ്ട് അന്യമതത്തിൽപ്പെട്ട ഒരു സഹോദരൻ പാല് വാങ്ങിച്ചു കുടിച്ച സംഭവം നിങ്ങൾക്കറിയാം. ലോകത്തിന്റെ നായകനോട് വന്ന് പറഞ്ഞു, നബിയേ എനിക്ക് വയറ് വിശക്കുന്നു നബിയേ. അല്ലാഹുവിന്റെ റസൂലേ, അതുകൊണ്ട് എനിക്കൊരു ആടിന്റെ പാല് കറന്ന് തരുമോ എന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് സഹാബത്തിനോട് പറയുന്ന, സഹാബാ, ഈ മനുഷ്യന് ഒരു നേരത്തെ പാല് കറന്നു കൊടുക്കുക. അങ്ങനെയതാ അവിടെ കെട്ടിയിരിക്കുന്ന ആടിന്റെ പാല് സഹാബത്ത് കറക്കുകയാ. സഹാബത്ത് പാല് കറന്നുകൊണ്ട് കൊടുക്കുന്നു. ഈ മനുഷ്യനത് കുടിക്കുന്നു. വയറ് നിറഞ്ഞില്ല നബിയേ, ഇനിയും വേണം നബിയേ. രണ്ടാമത് വീണ്ടും അതാ അടുത്ത ആടിനെ കറക്കുകയാണ്. ആ ഒരു ഗ്ലാസ് പാലം കുടിക്കുന്നു. നിറഞ്ഞില്ല നബിയേ, ഇനിയും വേണം നബിയേ. അങ്ങനെ 7 ആടിന്റെ പാല് മുഴുവനും കറന്ന് ആ മനുഷ്യന് കുടിക്കുകയാ. എന്നിട്ട് പറയുന്നു, നബിയേ എന്റെ വയറ് നിറഞ്ഞിട്ടില്ല, എങ്കിലും ഞാൻ പോവുകയാണ് നബിയേ. നീ ഇവിടെ ആടില്ലാത്തതുകൊണ്ട് ഞാൻ പോവാണ്. എന്റെ വയറ് നിറഞ്ഞിട്ടില്ല, എങ്കിലും മതി എന്ന് പറഞ്ഞു പോയി. ആ മനുഷ്യൻ പിന്നീട് ഇസ്ലാം മതം സ്വീകരിച്ചു. സ്വീകരിക്കുമല്ലോ, അത് സ്വീകരിക്കുമല്ലോ. ആരാണ് ഇത് കൊടുത്തിരിക്കുന്നത്? ആരാണ് പാല് കൊടുത്തിരിക്കുന്നത്? ആരാ? അല്ലാഹുവിന്റെ റസൂലല്ലേ. പിന്നെ എന്തുകൊണ്ട് സ്വീകരിച്ചുകൂടാ? മഹത്തുക്കളുടെ കയ്യിൽ നിൽക്കുന്നു തൊട്ടാൽ, മഹാന്മാര് തരുന്നതെന്തെങ്കിലും കഴിച്ചാൽ, അറിവും ബോധവും ഉള്ളവരുടെ കൂടെ സമയം ചെലവഴിച്ചാൽ മനസ്സിന്റെ അകത്തൊരു മാറ്റം വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അങ്ങനെ ഈ പാല് കുടിച്ചുകൊണ്ട് ഈ പ്രിയപ്പെട്ട സഹോദരൻ പോയി പിന്നീട് മുസ്ലിമായി മടങ്ങി വന്നപ്പോഴും അല്ലാഹുവിന്റെ റസൂല് അതേ പുഞ്ചിരിയോടെ സ്വീകരിക്കുകയാ. മന്ദസ്മിതമാ മധുമൊഴി തീർത്തൊരു പൂവേ മഹ്മൂദേ, മാണിക്യം മരതകം നാണിക്കുന്നുള്ളൊരു ചേലേ പനിനീരേ, മാതൃകപാത ഉലകത്തിൽ മുഴുവനും വീശി കനിഞ്ഞോരേ,
മാണിക്കല്ലും മരതകവും തോൽക്കുന്ന നബിയോരേ. അന്യമതത്തിൽപ്പെട്ടയാൾ വന്നപ്പോ ചിരിച്ചാലേ പുഞ്ചിരിയോട് മുസ്ലിമായി വന്ന മനുഷ്യന്റെ മുഖത്ത് നോക്കി റസൂലുള്ള പുഞ്ചിരിക്കുകയാ. അതുപോലെ സ്നേഹം ലോകത്തിന് വന്ന ഒരാളെ കാണാൻ പറ്റുമോ പ്രിയപ്പെട്ടവര്? അല്ലാഹുവിന്റെ റസൂലിന്റെ സ്നേഹം ഈ സരസിന്റെ അകത്ത് ഒരുമിച്ച് കൂടിയാ. പാവപ്പെട്ട സമുദായത്തിന് ഞങ്ങൾക്ക് അല്ലാഹു തന്നനുഗ്രഹിക്കട്ടെ. ലോകത്തിന്റെ നാലുകൾ ചോദിക്കുന്ന എന്തേ വന്നത്? ആ മനുഷ്യൻ പറഞ്ഞു, നബി എനിക്ക് വിശക്കുകയാണ്. മനുഷ്യൻ പറഞ്ഞു, നബിയെ നേരത്തെ ഞാൻ വന്നൊരു പ്രാവശ്യം അങ്ങനെടുത്തുനിന്ന് പാല് വാങ്ങിച്ചു കുടിച്ചിട്ട് പോയാളാ. അന്ന് 7 ആടിന്റെ പാല് കുടിച്ചിട്ട് വയറ് നിറഞ്ഞില്ല, പക്ഷെ അതിന്റെ ഇരട്ടി വിശപ്പ് എനിക്കുണ്ട്. ഇന്ന് റസൂലുള്ള പറഞ്ഞു, നിന്റെ വിശപ്പ് തീർത്തിട്ട് വിടൂ. 70 ആടിനെ കറക്കാനുള്ള ശേഷി എന്റെ സഹാബത്തിനുണ്ട്. കറന്നു തരാം. അങ്ങനെ ഓരോ ആടിനെ കറക്കാൻ തുടങ്ങി. ഒന്നാമത്തെ ആടിനെ കറന്നു. ഒരു ഗ്ലാസ് പാല് നിറച്ചുണ്ട്. ആ മനുഷ്യനെ കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, കുടിച്ചു തുടങ്ങിക്കോ, കറക്ക സഹാബത്ത് റെഡിയാണ്. അയാള് കുടിച്ചിട്ട് പകുതിയായപ്പോ ആ മനുഷ്യൻ പറയാൻ, മദി നബിയെ വയറ് നിറഞ്ഞു. അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണുകൾ നിറഞ്ഞു. പൊന്നാര നബിതങ്ങളോട് ആ മനുഷ്യൻ ചോദിച്ചു, എന്തെന്നറിയില്ല നബിയെ, മുസ്ലിമല്ലാത്ത സമയത്ത് അങ്ങയുടെ മുമ്പ് വന്നിട്ട് 7 ആടിന്റെ പാല് കുടിച്ചിട്ടും നിറയാത്ത വയറ്, ഇരട്ടി വിശപ്പോടുകൂടിയാണ് ഞാനിപ്പോ വന്നത്. പക്ഷേ അങ്ങനെക്ക് തന്ന ഈ ഒരു ഗ്ലാസ് പാലിന്റെ പകുതി കുടിച്ചപ്പോൾ എന്റെ വയറ് നിറഞ്ഞുപോയെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അതൊരു യഥാർത്ഥ വിശ്വാസിക്ക് അല്ലാഹു കൊടുക്കുന്ന മഹത്വമാ. അവൻ ആർത്തിയുണ്ടാവൂല, കുറഞ്ഞതുകൊണ്ട് പൊരുത്തപ്പെടാ അവന് കഴിയുന്നതാ, അവന് സാധിക്കുന്നതാ. കുറഞ്ഞതുകൊണ്ട് തൃപ്തിപ്പെടാൻ അവന് കഴിയുന്നതാ. ആലോചിച്ചു നോക്ക് മുസ്ലിമേ, പണത്തിന് വേണ്ടിയല്ലേ കൂടപ്പുറപ്പിന്റെ കഴുത്തിറക്കുന്നത്? 8 ലക്ഷത്തിലധികം രൂപ താൻ കടം വാങ്ങിയ കൂട്ടുകാരന് തിരുവനന്തപുരം ജില്ലയിൽ നടന്ന സംഭവമാ. 8 ലക്ഷത്തിലധികം രൂപ താൻ അവകാശമാണ് കൊടുക്കാൻ അർഹതപ്പെട്ടവനാണ്. അവൻ ജീവിച്ചിരുന്നാൽ ഞാൻ ഈ കാശ് കൊടുക്കണമല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് 8 ലക്ഷം രൂപ കൊടുക്കാനുള്ള കൂട്ടുകാരനെ വീട്ടിൽ വിളിച്ച് മദ്യത്തിലൂടെ മയക്കുമരുന്ന് കലക്കിയിട്ട് അത് കുടിപ്പിച്ചിട്ട് മയങ്ങി വീണപ്പോ ഒരു കുഞ്ഞൻ കോഴിയെ അറുക്കുന്ന ലാഘവത്തോട് സുബ്ഹാനല്ലാഹ് വീട് വെക്കാതെ കടം തീർക്കാതെ കുടുംബം പോറ്റാൻ തനിക്ക് 8 ലക്ഷം രൂപ തന്ന് സഹായിച്ച കൂട്ടുകാരന്റെ കൈവെട്ടുകയാ, കാല് വെട്ടുകയാ, കഴുത്തരിയുകയാ. എന്നിട്ട് 9 കറുത്ത കിറ്റിനകത്ത് കെട്ടിയിട്ട് തന്റെ സ്വന്തം വീടിന്റെ വേസ്റ്റ് കൂടി വലുതാക്കിയിട്ട് അതിന്റെ അകത്തിട്ട് മൂടിയ ചരിത്രം നിങ്ങൾ പത്രമാധ്യമങ്ങളിലൂടെ കണ്ടവരല്ലേ? പ്രിയമുള്ളവരെ, ആലോചിച്ചു നോക്കുക. ആർത്തിയോടുകൂടി ആഗ്രഹത്തോടുകൂടി ഭൗതിക ലോകത്തിന്റെ ചുറ്റുവട്ടത്ത് കറങ്ങിയ പ്രിയമുള്ളവരെ രക്ഷയില്ല. അതാഹ്റം മോഹിക്കാത്തവരല്ല കൊടുക്കുന്ന അതാവാണ്. മറ്റൊന്നിനു വേണ്ടി ഇപ്പൊ കൂട്ടുകാരന്റെ കല്യാണത്തിന് പോയി എല്ലാവരും ചോദിച്ചോടാ, നീ കണ്ടോ ഷാനവാസിന്റെ പെണ്ണെ കണ്ടോടാ? ഇല്ലടാ, കാണാൻ പറ്റില്ല. കാണണ്ടടാ. അപ്പൊ ഇത്രയും കാലം പെണ്ണ് വേണ്ട എന്ന് പറഞ്ഞ് നടന്നിട്ട് കിട്ടിയത് എന്റെ പൊന്നറിയ ഒരൊന്നൊന്നര കാണേണ്ടതാ നീ. അങ്ങനെ അവന് ആവേശം വിട്ടു. എന്നാ കണ്ടിട്ടേ പോണോളൂ എന്ന് പറഞ്ഞ് ഓഡിറ്റോറിയത്തിൽ ഇടിച്ചു കയറി പെണ്ണുങ്ങളുടെ ഇടയിലേക്ക് ചെന്ന് ഈ പുതിയ പെണ്ണിനെ ഒന്ന് കണ്ടു. എന്നിട്ട് അവൻ മൈ ഗോഡ് മാഷാ അല്ലാഹ് തിരിച്ചു വന്നിട്ട് വീട്ടിൽ ഒന്ന് സ്വന്തം ഭാര്യങ്ങൾ നോക്കാം. അല്ലാ, എനിക്ക് കിട്ടിയതായിരിക്കും. പെണ്ണ് കാണാൻ പോയപ്പോ എനിക്ക് തിമിരം ബാധിച്ചിരുന്ന റബ്ബേ, മൂക്കും ചപ്പി കണ്ണും പൊട്ടി. ഇതൊക്കെ എവിടുന്നടാ? നമ്മളെ കാണാൻ പോകുമ്പോ മാത്രം ഇങ്ങനെയുള്ളവരെ കിട്ടും. ഇത് വേറെ കണ്ണോടുകൂടി നോക്കുന്നത് കൊണ്ടാ. നിന്റെ ഭാര്യയുടെ സൗന്ദര്യം അറിയണമെങ്കിൽ നീ അപ്പുറത്തെ വീട്ടിൽ പോയി ജനൽ തുറന്നിട്ട് നിന്റെ വീട്ടിലേക്കൊന്ന് നോക്കിയാൽ മതി. അപ്പുറത്തെ വീട്ടിൽ പോയി ജനൽ തുറന്നിട്ട് നിന്റെ വീട്ടിൽ മുറ്റടിച്ചുകൊണ്ടിരിക്കുന്ന ഭാര്യ നീ സ്വന്തമായിട്ടൊന്ന് നോക്കണം. നോക്കുമ്പോ നീ അടിപൊളി പെണ്ണല്ലോ അപ്പുറത്തേക്ക്, കൊള്ളാലോ, അത് നിന്റെ ഭാര്യ. കല്യാണത്തിന് മുമ്പ് 2 കണ്ണുകൊണ്ട് നീ നോക്കണം, കല്യാണം കഴിഞ്ഞാൽ 1 കണ്ണുകൊണ്ട് നോക്കണം എന്നാണ് പണ്ഡിതന്മാര് പറയുന്നത്. കല്യാണത്തിന് മുമ്പ് 2 കണ്ണുകൊണ്ട് നോക്കണം. കാരണം എന്താ? അങ്ങനെ നോക്കിയില്ലെങ്കിൽ പെട്ടുപോയില്ല. പനിയത്തെ കാണിച്ചിട്ട് ചേട്ടത്തിയെ കെട്ടിക്കണ കാലം. അതുകൊണ്ട് കല്യാണത്തിന് മുമ്പ് പെണ്ണ് കാണാൻ പോകുമ്പോ 2 കണ്ണും തുറന്ന് നോക്കണം. മൂക്കൊക്കെ ഉണ്ടാ, കണ്ണൊക്കെ തുറന്നിട്ടുണ്ടാ നോക്കണം.
കല്യാണം കഴിഞ്ഞാൽ പിന്നെ രണ്ട് കണ്ണോട് നോക്കാൻ നിൽക്കുന്നത്. കാരണം എന്താ, പിന്നെ ചെറിയ ചെറിയ അപാകതകൾ, ന്യൂനതകൾ, സ്ക്രൂ ഒക്കെ ലൂസാവും. അപ്പൊ അതുകൊണ്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ നീ എന്ത് ചെയ്യണം, പിന്നെ ഒരു കണ്ണുകൊണ്ട് നോക്കാം, കുഴപ്പമില്ല, റാഹത്താണ്, അൽഹംദുലില്ലാഹ്, അങ്ങനെ പോണം. അല്ലാതെ എനിക്ക് മാത്രമേ ഇത് കിട്ടിയ അങ്ങനെ ചിന്തിക്കരുത്. അത് ആർത്തി അപകടമാണ്. അത് ആഖിറം ചിന്തിക്കാത്തവന്റെ ചിന്തയാണ്. ഒരിക്കലും അതുണ്ടാവരുത്. അപ്പൊ ദുനിയാവ് പറഞ്ഞു വന്ന വിഷയം മറക്കരുത്. ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുന്നു, ദാവൂദ് നബിയെ, ഒന്നാമത്തത് കഴുത്തൊട്ടിലായ ദുനിയാവുണ്ടല്ലോ, അന്തകൂന യുർസുക അല ദുനിയാ ബിഖദരി മഖാമിക ഫിഹാ. ഈ ദുനിയാവാകുന്ന ലോകത്ത് എപ്രകാരം നീ ജീവിച്ചിരിക്കുമെന്ന് ചിന്തിച്ചിട്ട് അതിനുവേണ്ടി മാത്രം നീ ആർത്തി കാണിക്കുക. കാരണം ദുനിയാവ് ദൈവിശീകമാണെന്ന് ബഹുമാനപ്പെട്ട ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുക്കുകയാ. അതുകൊണ്ട് മുസ്ലിം ചെറുപ്പക്കാരാ, മനസ്സുകൊണ്ട് ചിന്തിക്കുക, ഈ ദുനിയാവ് അടുത്ത സെക്കൻഡിൽ തീരാനുള്ളതാ, അടുത്ത സമയത്ത് അവസാനിക്കാനുള്ളതാ. അതുകൊണ്ട് അല്ലാഹുവേ, ആഖിറത്തെക്കാൾ ദുനിയാവിനെ പ്രേമിക്കല്ലേ, ആഖിറത്തെക്കാൾ ദുനിയാവിനെ ഇഷ്ടപ്പെടല്ലേ, ആഖിറത്തെക്കാൾ ദുനിയാവിനെ മോഹിക്കല്ലേ. അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയാ വൽ ബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക തവാബൻ വ ഖൈറുൻ അമലാ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുകയാ, അൽമാലു വൽ ബനൂന, ദുനിയാവിലെ സമ്പത്തും സന്താനങ്ങളും ഉണ്ടല്ലോ, സീനത്തുൽ ഹയാത്തി ദുനിയാ, അത് ഭൗതിക ലോകത്തിന്റെ ആനന്ദം മാത്രമാണ്. വൽ ബാഖിയാത്തു സ്വാലിഹാ, ബാക്കിയുള്ള സ്വാലിഹാര പ്രവർത്തനങ്ങളുണ്ടല്ലോ, അതാണ് എന്നെന്നും നിനക്ക് ഉപയോഗമുള്ളത്, എന്നെന്നും പരലോകത്ത് പ്രയോജനമുള്ളത്. അതുകൊണ്ട് ദുനിയാവിനെ ഒരുപാട് മോഹിക്കുന്നവരെ, അദ്ദുനിയാ മസ്റഅത്തുൽ ആഖിറ, ദുനിയാവ് ആഖിറത്തിന്റെ കളിത്തൊട്ടിലാ, ദുനിയാവ് ആഖിറത്തിലേക്കുള്ള കൃഷിയിടമാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി രണ്ടാമത്തെ കാര്യം, ഒന്ന്, ദുനിയാവിൽ നിന്റെ ആർത്തി എത്ര നാൾ നീ ദുനിയാവിൽ ജീവിച്ചിരിക്കുന്നുവോ അതനുസരിച്ച് മാത്രമായിരിക്കും. രണ്ടാമത്തത് ബഹുമാനപ്പെട്ട ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു പറയുന്നു, അൻ തകൂന അമലുക ലിൽ ആഖിരി ബിഖദ്രി മഖാമിക ഫീഹ. ആഖിറത്തിന് വേണ്ടിയിട്ടുള്ള നിന്റെ അമലുണ്ടല്ലോ, പരലോകത്തിന് വേണ്ടിയിട്ടുള്ള നിന്റെ അമൽ, ബിഖദ്രി മഖാമിക ഫീഹ, അവിടെ നിനക്ക് എന്തൊക്കെ വേണം എന്ന് ആഗ്രഹിച്ചിട്ട് അതിനു വേണ്ടി ഇവിടെ അമൽ ചെയ്ത് തീർക്കണം എന്നാണ്. 2 രൂപ യത്തീംഖാനയുടെ കൊച്ചിന് 15 രൂപയുടെ കലണ്ടർ കൊണ്ടുവന്ന് 20 രൂപയാണ് ഞാൻ കൊടുത്തത്, 5 രൂപയ്ക്ക് പകരം സ്വർഗം വേണമെന്ന് ചോദിക്കുന്ന സഹോദരിമാര് പഠിച്ചോ? 5 രൂപയ്ക്ക് പകരം സ്വർഗം വേണമെന്ന് ചിന്തിക്കുന്ന പെങ്ങന്മാര് പഠിച്ചോ? ആഖിറത്തിന്റെ ഓരോന്നിനു വേണ്ടിയും ദുനിയാവിൽ നീ അമല് ചെയ്ത് തീർത്തേ പറ്റൂ. എന്തൊക്കെയാണ് ആഖിറത്തിലുള്ളത്? ഹൗദുൽ കൗസറുണ്ട്, സിറാത്ത് പാലം കടന്നു പോകണം, നന്മയുടെ ത്രാസിൽ ഏറ്റവും വലിയ ഭാരമുണ്ടാവണം, സ്വർഗത്തിന്റെ ഫിർദൗസ് വേണം, സ്വർഗത്തിന്റെ ഓരോ അനുഗ്രഹങ്ങൾ, അതിലുപരി അല്ലാഹുവിന്റെ നിക്കാഹ് കാണണം. ഇതിനൊക്കെ ദുനിയാവിൽ ഞാനും നിങ്ങളും ഓരോന്നോരോന്ന് കെട്ടിപ്പടുത്ത് വെച്ചെങ്കിലേ പറ്റൂ. ഇല്ലാതെ എല്ലാം കൂടി അല്ലാഹു എനിക്കിന്ന് തരും എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ആഖിറത്തിന്റെ ഓരോ ചിന്ത മനസ്സിന്റെ അകത്ത് വന്നിട്ട് നമ്മളത് കണ്ടെത്തണം. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വൽ തുഅ്സിറൂനൽ ഹയാത്തദ് ദുനിയാ വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ദുനിയാവാണെങ്കിലും എന്നെന്നും ശേഷിക്കുന്നത് ആഖിറമാണ്, ആഖിറമാണ്, ആഖിറമാണ്. സഹോദരങ്ങളെ, എന്റെ ഒരു പ്രിയപ്പെട്ട ഗുരുനാഥൻ തിരുവനന്തപുരം ജില്ലയിലെ വെള്ളാഞ്ചിറ എന്ന് പറയുന്ന സ്ഥലത്ത് അറബിക് കോളേജ് നടത്തുന്ന പ്രിയപ്പെട്ട ഉസ്താദ്, റമളാൻ മാസത്തിലെ 2ാമത്തെ വെള്ളിയാഴ്ച കോളേജിലുള്ള കുട്ടികൾക്ക് മിസ്കാത്തിന്റെ ദർസെടുത്തിട്ട്, വെള്ളിയാഴ്ചയാകുമ്പോ മുടിവെട്ടി, നഖം വെട്ടി, മീശ ഒതുക്കി, താടി ഒതുക്കി, വൃത്തിയായി കുളിച്ചൊരുങ്ങി ഭംഗിയായി ദർസെടുത്തിട്ട് മക്കളോട് പറഞ്ഞു, ഉസ്താദിന് നെഞ്ചുവേദന എടുക്കാൻ, അതുകൊണ്ട് ഞാനൊന്ന് പോയി കിടക്കട്ടെ. ഞാനൊന്ന് പോയി കിടക്കുമ്പോ
നിങ്ങൾ വായിച്ചു പഠിക്ക്. വെള്ളിയാഴ്ച ആയതുകൊണ്ട് ജുമയ്ക്ക് പോകണം. സാധാരണ 11 മണിക്ക് പള്ളിക്കകത്ത് എത്തുന്നയാളാ ദർസ് കഴിഞ്ഞിട്ട്. അന്ന് 12 മണിയായി. അതുകൊണ്ട് ഇച്ചിരി ഒന്ന് കിടന്നിട്ട് പോകാൻ വേദന എടുക്കുന്നു എന്ന് പറഞ്ഞ് പോയി കിടന്നയാള് മുഹർ നിസ്കാരത്തിന്റെ ജുമായുടെ ബാങ്കിന് മുമ്പ് മരണപ്പെട്ടു പോയി. അവരൊക്കെ ആഖിറത്തിന് വേണ്ടി ജീവിച്ചവരാ. ഉസ്താദിന്റെ മുഖമൊക്കെ ഒന്ന് കാണണം പ്രിയപ്പെട്ടവർ. അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ച വലിയ പണ്ഡിതനാണ്. അല്ലാതെ പണക്കാരന്റെ കയ്യിൽ പോക്കറ്റിട്ട് വാരിയിട്ട്, പോക്കറ്റിൽ കൈയിട്ട് വാരിയിട്ട് അവസാനം ദീനിനെ കച്ചവടം ചെയ്തവരായിരുന്നു. ഇന്ന് പലരും അങ്ങനെയാണല്ലോ. പള്ളിയിലെ ഉസ്താദുമാരെ പൈസക്കെടുത്തിരിക്കുന്നത് നാട്ടിലുള്ള പ്രമുഖ മദ്യവ്യവസായികളും പലിശക്കാരും താന്തോന്നികളും ഒക്കെയാണ്. ഉസ്താദിന്റെ അടുത്ത് വന്നിട്ട് പറയും, ഉസ്താദെ എനിക്ക് ഇവിടെ ഒരു ചെറിയ കള്ളവാറ്റ് ഒക്കെ ഉണ്ടതാണ്. വാറ്റ് കച്ചവടമാണ്. കടപ്പുറത്തുള്ളവർക്കൊക്കെ ഞാനാണ് എത്തിച്ചു കൊടുക്കുന്ന സാധനം. ആർക്കും അറിയില്ല. ഉസ്താദ് ബിസിനസിന്റെ പുരോഗതിക്ക് കൊണ്ട് ദുആ ചെയ്യണം. ഉസ്താദ് പറഞ്ഞു, പുരോഗതിക്ക് ഞാൻ ദുആ ചെയ്യണം. ഉസ്താദെ ഒരു 5000 രൂപയുണ്ട് ഉസ്താദ്. ഇത് വാറ്റിയ പൈസ അല്ലേ? ഓ, ഇത് വാറ്റിയ പൈസ ഇല്ല, ഇത് ഊറ്റിയ പൈസ. 1200 ശമ്പളം വാങ്ങി ദാരിദ്ര്യത്തിന്റെ നെരിപ്പോടിൽ കിടന്ന് കഷ്ടപ്പെടുന്ന ഉസ്താദുമാര് ചിലപ്പോ ഈ കെണിയിൽ വീണു പോകാറുണ്ട്. അല്ലാഹു തആല നമ്മുടെ പണ്ഡിതന്മാരെ കാത്തുരക്ഷിക്കട്ടെ. എന്റെ നാട്ടിലൊരു പണ്ഡിതൻ പിരിവിന് വന്നതാണ്. 40 വർഷം മദ്രസാധ്യാപകനായി സേവനം ചെയ്തിട്ട് വീട് വെക്കുന്നു ഉസ്താദ് എന്ന് പറഞ്ഞ് പിരിവിന് പള്ളിയിൽ കൈ കാണിച്ചു തന്നു. മേസ്തിരിയുടെ കൂടെ താബൂക്ക് കല്ല് പറക്കിയതിന്റെ കൈ ഇങ്ങനെ പൊട്ടിയ, രക്തം പൊടിഞ്ഞ കൈ കാണിച്ചു. ഞാൻ ചോദിച്ചു, എത്ര മക്കളാ? 3 ആമക്കളാണ്. ഞാൻ പറഞ്ഞു, 3 ആമക്കളാണെങ്കിൽ പിന്നെ എന്തിനാ പിരിവിന് നടക്കുക? സാറേ, ഒരാള് മന്നാനെ അറബി കോളേജിൽ പഠിക്കും, അടുത്ത ആള് കായംകുളത്ത് ഇഫ്ളിന് പഠിക്കും, ഒരാള് വെല്ലൂര് ഡിഗ്രിക്ക് പോയിരിക്കാം. 3 മക്കളെ അറിവിന്റെ തീരത്തേക്ക് പറഞ്ഞു വിട്ടു. 40 വർഷം മദ്രസാധ്യാപകനായി സേവനം ചെയ്തിട്ട് കിട്ടിയതെന്താ? ഒരു മണ്ണാങ്കട്ടയും കിട്ടിയില്ല. ആകെ കിട്ടിയത് വലിയ ഒരു ട്രോഫിയാണ്. കേന്ദ്രത്തിൽ നിന്ന് കൊടുത്തതാ. ഉസ്താദുമാരെല്ലാവരും കൂടി യോഗം ചേർന്നിട്ട് 40 വർഷം സേവനം ചെയ്തതിന് വലിയ ഒരു ട്രോഫിയും 3 സർട്ടിഫിക്കറ്റും മതിയോ? മഴ പെയ്യുമ്പോ തലേന്ന് ഇങ്ങനെ കാണിച്ചാൽ മതി. വീട് വെക്കണ്ടേ? അത് നമ്മൾ ചിന്തിക്കൂല, നമ്മളൊന്നും ആലോചിക്കൂല. അതുകൊണ്ട് ആ ഉസ്താദുമാര് പലപ്പോഴും വീണു പോകാറുണ്ട്. അല്ലാഹു നമ്മുടെ പണ്ഡിതന്മാരെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സുഖമെങ്ങനെയാണ്, ദുനിയാവെങ്ങനെയാണ്, നമ്മളെ പല രീതിയിലും ഇങ്ങനെ മോഹിപ്പിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ആഖിറത്തിനു വേണ്ടി ജീവിക്കുക, ആഖിറത്തിനു വേണ്ടി അമൽ ചെയ്യാൻ ഈ പ്രിയപ്പെട്ട ഉസ്താദ് സമയം ചിലവഴിച്ചു. നല്ല ഈമാനുള്ള മുഖമാണ്. ഒരു മുത്തഅല്ലിമിനെ പോലും ബഹുമാനത്തോടുകൂടി മാത്രമേ കാണൂ. ആ കിടക്കയിൽ കിടന്നു മരിച്ചു. അപ്പുറത്ത് ആ ചുവരിന്റെ തൊട്ടപ്പുറത്ത് തന്റെ ഭാര്യയും കുടുംബവുമുണ്ട്. ദറസിൽ തന്നെയാണ് അവർ താമസം. പക്ഷേ ഈ പ്രിയപ്പെട്ട ഉസ്താദിന്റെ മരണവെപ്രാളവും വേദനയും ഒന്നും അവരറിഞ്ഞില്ല. കാരണം ഉസ്താദ് വളരെ സൈലന്റ് ആയിട്ടാണ് മരിച്ചത്. ബഹളവും വെപ്രാളവും ഒന്നും ഉണ്ടായില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഓടി വന്ന് എന്ത് ചെയ്യുമായിരുന്നു? വെള്ളം തന്റെ ഭർത്താവിന്റെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കും. അങ്ങനെ കൊടുത്താൽ നോമ്പ് മുറിഞ്ഞു പോകും. അല്ലാഹുവേ, നല്ല മരണം ഈ കടപ്പുറത്ത് വാതില് വന്ന ഞങ്ങൾക്ക് നീ താ റബ്ബേ. ഈമാനുള്ള മരണം താനുള്ള നോമ്പുകാരനായി തന്റെ പ്രിയപ്പെട്ട അടിമ മരിക്കണമെന്ന് അല്ലാഹു മോഹിച്ചു പോരെങ്കിൽ അവരൊക്കെ ആഖിറത്തിന് വേണ്ടി പണിയെടുത്തവരാണ്. അവരൊക്കെ ആഖിറത്തിന് വേണ്ടി ജീവിച്ചവരാണ്. അവരൊക്കെ ആഖിറത്തിന് വേണ്ടി കഷ്ടപ്പെട്ടവരാണ്. അല്ലാഹുവേ, ഈ സദസ്സിൽ വന്ന ഞങ്ങൾക്ക് ആഖിറത്തിൽ ഏറ്റവും അധികം സന്തോഷിക്കാനുള്ള തൗഫീഖ് തരണേ അല്ലാഹ്. ആ നിയ്യത്തിലാണ് ഇന്നത്തെ ബക്കറ്റുകൾ. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഏറ്റവും നല്ല പൈസ, ഏറ്റവും നല്ല പോക്കറ്റിലുള്ളതിൽ ഏറ്റവും വലുത് നമ്മൾ എടുത്ത് ചെറുതാക്കുക. ആഖിറമാണ്. ദുനിയാവ് ചെറിയ കാശ് കൊടുത്താൽ കിട്ടും, ആഖിറം അങ്ങനെ കിട്ടൂല. ആഖിറം അങ്ങനെ കിട്ടുന്ന നീയും നിന്റെ റബ്ബും അറിയുന്ന വലിയ ഒരു നിൽക്കുന്നവരും വാഹനത്തിന്റെ അകത്ത് ഇടമില്ലാതെ ഇറങ്ങാൻ കഴിയാതെ വാഹനത്തിന്റെ അകത്ത് ഇരിക്കുന്നവരും ഈ സദസ്സിൽ നിറഞ്ഞിരിക്കുന്നവരും മുഴുവനും ഇൻഷാ അല്ലാഹ് നല്ല മനസ്സോടുകൂടിയിട്ട് നമ്മുടെ കയ്യിലുള്ളതിൽ ഏറ്റവും വലുത് ഈ പ്രസ്ഥാനത്തിന്റെ വിജയത്തിന് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ അവർ ചെയ്യുന്നു. ഇപ്രാവശ്യം അവര് മുൻഗണനയായി വെച്ചിരിക്കുന്നത് ഈ നാട്ടിൽ ഒരുപാട് രോഗികളുണ്ട്, അവരെ സഹായിക്കണമെന്നുള്ള വലിയ ആഗ്രഹമാണ്. അല്ലാഹു പടച്ചതമ്പുരാൻ ആഗ്രഹം നടത്തി കൊടുക്കട്ടെ. ഈ കാശ് അല്ലാഹുവേ, ഏതെങ്കിലും ഒരു രോഗിക്ക് മരുന്ന് വാങ്ങാനായാൽ, ഏതെങ്കിലും ഒരു ക്യാൻസർ രോഗിക്ക് ആശ്വാസത്തിനായാൽ നീ അവരെ സഹായിക്കണേ റബ്ബേ.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. അല്ലാഹുവേ, ഈ കൊണ്ടുവരുന്ന സംഘാടകർ കൊണ്ടുവരുന്ന ബക്കറ്റിലേക്ക് സ്വതക്കയിടുന്ന സഹോദരങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഒരു പാവപ്പെട്ടവരാണ് റബ്ബേ. അല്ലാഹുവേ, കാശില്ലാതെ കൂട്ടുകാരന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങി ബൈക്കിൽ എണ്ണയടിച്ചിട്ട് വഴന്നു കേൾക്കാവുന്ന കൂലിവേലക്കാരായ ചെറുപ്പക്കാരുണ്ടല്ല. അല്ലാഹുവേ, ഒരുപാട് കഷ്ടപ്പെടുന്നവരുണ്ട് അതാ. ഇവിടെ കഷ്ടപ്പാട് ഈ സ്വതക്കയുടെ ബറക്കത്ത് കൊണ്ട് മാറ്റണേ അല്ലാ. പഠിച്ചവനെ അവർക്ക് നീ പരിപൂർണ്ണ വിജയം കൊടുക്കണേ അല്ലാ. ഇവിടെ ആക്കുബത്ത് നീ നന്നാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഈ സദസ്സിന്റെ മുമ്പിലൂടെ സഹോദരങ്ങൾക്കിടയിലൂടെ കൊണ്ടുപോകുന്ന ബക്കത്തിലേക്ക് കാര്യമായി സ്വതക്കയിടുന്നവർക്ക് പരലോകം നീ രക്ഷപ്പെടുത്തി കൊടുക്കണേ അല്ലാ. ആഖിറം നീ നന്നാക്കി കൊടുക്കണേ അല്ലാ. മാരക രോഗം കൊടുത്ത് പരീക്ഷിക്കല്ല അല്ലാ. ഈമാനില്ലാതെ മരിപ്പിക്കല്ല അല്ലാ. ഈമാനില്ലാതെ മരിപ്പിക്കല്ല അല്ലാ. ഈമാനില്ലാതെ മരിപ്പിക്കല്ല അല്ലാ. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ്. ഇൻഷാ അല്ലാഹ് ഇത് അല്ലാഹ് സ്വീകരിക്കും. ഒരുപാട് സഹോദരങ്ങളുള്ള വേദി. തൊട്ടാപ്പ് കടപ്പുറത്ത് നമുക്ക് വേണ്ട വിധം ദുആ ചെയ്യാൻ കഴിഞ്ഞില്ല. കറണ്ടൊക്കെ പോയി, ലൈറ്റൊക്കെ ഓഫായി, ആകെ ബുദ്ധിമുട്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് അതിന്റെ ഒരു പകരം വീട്ടലായി നാളെ ഇൻഷാ അല്ലാഹ് നിറകണ്ണുകളോടുകൂടിയുള്ള ദുആ ഈ അനുഗ്രഹീത മജ്ലിസിൽ ഒരുപാട് സമയം സ്വലാത്ത് ചൊല്ലി നമുക്ക് നിർവഹിക്കണം. പരലോകത്തിന്റെ ചിന്തയിൽ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മഹത്തായ ഒരു വലിയ നല്ല ചരിത്രം കൂടി പറഞ്ഞാണ് ഇന്ന് നമ്മൾ ദുആയിലേക്ക് വരാൻ പോകുന്നത്. നല്ല ഒരു ചരിത്രം. അത് കേൾക്കാതെ പോകുന്നത് നഷ്ടമാണ്. ജീവിതത്തിൽ സ്വീകരിക്കാൻ പറ്റുന്ന പ്രത്യേകമായ പരലോകത്തിന് വേണ്ടിയുള്ള മൂന്ന് അമലിന്റെ വിശാലമായ ചരിത്രം അള്ളാഹു അത് മനസ്സിലാക്കാൻ പ്രാവർത്തികമാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. എല്ലാവരും ബക്കറ്റിലേക്ക് സ്വതക്കയുടെ എല്ലാവരും കൂടെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അപ്പൊ ആഖിറത്തിന് വേണ്ടി ജീവിതം മാറ്റിവെച്ച് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ സ്വർഗത്തിലാണെന്ന് മുത്തുനബിതങ്ങളെ കൊണ്ട് പറയിപ്പിച്ച 10 സഹാബികളുണ്ട്. അതുപോലെ സ്വർഗത്തിലായിപ്പോയ പ്രിയപ്പെട്ട ബദറിന്റെ പ്രിയപ്പെട്ട സഹാബത്ത് മദീനീസൽ പാടി പറന്നുയർന്നിടുന്നല്ല പല വർണ്ണക്കിളിയെ മനസ്സിൻ മണി മുറ്റ് തുയർന്നു കണ്ടുലഞ്ഞൊരു സ്മൃതി മരച്ചുവടെ ഒന്നുയിരുന്നു കൊറുന്നിളം ചുണ്ട് തുറന്നു നീ പാടിന മുത്ത് റസൂൽ ജീവിതഗാഥകളും ത്യാഗക്കഥയുടെ ശീലുകളും ബദറിൻ വിരിമാറിലൊടിമതി പൊരുതിയ ചരിതങ്ങളും ചെന്നാലും തന്നാലും ബദറിന്റെ രണാകടത്തിന് ദുനിയാവ് മറന്ന് ആഖിറത്തിന് വേണ്ടി പോരാടിയ സഹോദരങ്ങളെ ഓർമ്മയുണ്ടോ പ്രിയപ്പെട്ടവരെ? എത്രയോ ജനങ്ങൾ നിങ്ങൾക്കെതിരെ ഒരുമിച്ച് കൂടിയിരിക്കുക. അതുകൊണ്ട് ബദറിന്റെ രണാകടത്തിൽ നിങ്ങൾ വന്നാൽ നിങ്ങളെ വെട്ടിയെരിയുമെന്ന് ശത്രുക്കളുടെ ഭാഗത്തിരുന്ന് ഭീഷണി വന്നപ്പോ ഖാലൂ ഞങ്ങൾക്ക് ഞങ്ങളുടെ നാഥം മതി എന്ന് പറഞ്ഞുകൊണ്ട് വിപ്ലവത്തിന്റെ ഏറ്റവും വലിയ പോരാട്ട വീര് പുറപ്പെടുത്ത ബദരീങ്ങൾക്ക് അല്ലാഹു സ്വർഗം കൊടുത്തിരുന്ന ദുനിയാവിനേക്കാൾ ആഖിറത്തിന് വേണ്ടി പണിയെടുത്തിരുണ്ട 10 സഹാബികളുടെ മുഖത്ത് നോക്കി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നീ സ്വർഗത്തിലാ, നീ സ്വർഗത്തിലാ, നീ സ്വർഗത്തിലാ. സുമ്മരിളാൻ നബി ബക്രി വഉമരി وعن علي عثمان ذي الكرم سعيد زبير. അത് എന്റെ അനുമതിയില്ലാതെ കണ്ണൂരുള്ള ഒരു കാസറ്റ് കമ്പനിക്കാർ ഇറക്കിയത്. അതുകൊണ്ടാണ് അതിന്റെ അകത്ത് ചില ഭാഗങ്ങളൊക്കെ വിട്ടുപോയത്. അപ്പൊ അതിനകത്ത് ബൽക്കീസ് രാജിയുടെ സംഭവം പറയുന്ന സ്ഥലത്ത് ഒരു മഹത്തായ ദിക്ർ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാസറ്റ് ഇറക്കിയവർ അതിനകത്ത് പറഞ്ഞില്ല, ഞാൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞതാ. യാ ഹയ്യു യാ ഖയ്യൂം എന്ന ദിക്റാണ്. എല്ലാ സദസ്സിലും ആ സംശയം ചോദിച്ച സഹോദരങ്ങൾ സഹോദരിമാർ കത്തുകൾ എഴുതി തരുന്നുണ്ട്. അതുകൊണ്ട് ആ ദിക്ർ അതാണ്. അത് പൊരുത്തമില്ലാത്ത കാസറ്റുകളിൽ ഇങ്ങനെ പൊരുത്തക്കേട് വരും. അതാണ് പൊരുത്തക്കേടിന്റെ ലക്ഷണം. അതൊക്കെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ചെയ്യണത് ആ കാസറ്റ് കമ്പനിക്കാരെ വിളിച്ചിട്ട് നല്ല ചീത്ത വിളിക്കലല്ല. അവന് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? കാരണം ഇസ്ലാമിന്റെ കാര്യം പോലും ഇങ്ങനെയാണെങ്കിൽ ഇപ്പൊ പുതിയൊരു കാസറ്റ് ഉണ്ട്, ദീനിനെ വ്യാജമാക്കുന്നവർ ആര്? ആ ഇറക്കിയ ആള് തന്നെയാണ് ദീനിനെ വ്യാജമാക്കുന്ന ഒന്നാമത്തെ ആൾ. കാരണം ആ കാസറ്റ് തന്നെ വ്യാജമായി. എന്റെ അനുവാദം ഇല്ലാതെ ഇറക്കിയ കാസറ്റ്. പെട്ടെന്നൊരു ആക്സിഡന്റ് സംഭവിച്ചു പോയ ഫക്കീർ അല്ലെ ഹുസൈൻ,
ഹുസൈൻ എന്ന് പറയുന്ന സഹോദരൻ ദുആ ചെയ്യാൻ അറിയിച്ചു. അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. അതുപോലെ ദുആ ചെയ്യാൻ ഇന്ന് മരണപ്പെട്ടു പോയ ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യാൻ മക്കളൊരു 200 രൂപ കവർന്നത്തിട്ട് ആദ്യം ഒരു സുറക്ക് എന്നെ തന്നിരുന്നു. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. തേൻ മാത്രം ഞാൻ എടുത്ത് വെച്ചാണ് 3 ഒരാളും കൂടി 6066 ഒരു ചെറുപ്പക്കാരൻ കുലൂ തക്ബീർ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ പടച്ചവനെ 6666 രൂപ പറഞ്ഞ ആ സഹോദരനെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ആ സഹോദരൻ എന്ത് ആഗ്രഹിക്കുന്നുവോ ആഗ്രഹം നീ നിറവേറ്റി കൊടുക്കണേ അല്ലാ. പടച്ചവനെ ഈ രാത്രിയുടെ ദുആഇന് വേണ്ടി, ഈ നിറഞ്ഞ മജ്‌ലിസിന്റെ സ്വലാത്തിന് വേണ്ടി, പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആ പ്രിയപ്പെട്ട സഹോദരൻ കാണിച്ച ഈ സദഖയെ നീ സ്വീകരിക്കണേ അല്ലാ. ആ സഹോദരന്റെ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാ. ഇതൊരു വലിയ നേട്ടമാക്കണേ അല്ലാ. രോഗികൾക്ക് വേണ്ടി മാറ്റിവെച്ച സദഖയുടെ ബറക്കത്ത് കൊണ്ട് മാരക രോഗം കൊടുത്ത് ആ സഹോദരനെ പരീക്ഷിക്കല്ല അല്ലാ. ദുആ ചെയ്യാൻ പോണ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നാളെ 5 കാര്യങ്ങൾ 2 എന്ന് പറഞ്ഞു. ബാക്കി ഇൻഷാ അല്ലാഹ് ജീവിത വിജയത്തിന്റെ ആമുഖം എന്ന വിഷയത്തിന്റെ 2ാം ഭാഗത്തിൽ നാളെ പറയും ഇൻഷാ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ദുആ ചെറിയ ദുആ, ഒരുപാട് സമയം വൈകി. ഇന്നലെ പാലക്കാട് ജില്ലയുടെ ആദ്യ പരിപാടി മണ്ണാർക്കാട് പൊമ്പറ എന്ന് പറയുന്ന സ്ഥലത്ത് 10,000-ലധികം ആൾക്കാരെ സാക്ഷി നിർത്തി. എന്റെ പ്രിയമുള്ളവരെ, ഒരുപാട് നേരം പ്രസംഗിച്ചതുകൊണ്ട് ശബ്ദത്തിന് വന്ന ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഈ സദസ്സിൽ ഉസ്താദുമാരുടെ ഗുരുത്വം കൊണ്ടും ബഹുമാനപ്പെട്ട മാത്തൂർ ഉസ്താദ് ചെയ്ത ദുആയുടെ ബർക്കത്ത് കൊണ്ടും ഇതുവരെ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്ന തന്നില്ല. അൽഹംദുലില്ലാഹ്. നാളെയും അല്ലാഹു ആഫിയത്തും ആരോഗ്യവും പ്രസംഗം കേൾക്കാൻ നിങ്ങൾക്കും അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്യാണ്. ഇൻഷാ അല്ലാഹ് 3 സ്വലാത്ത് ചൊല്ലി ഇന്നൊരു ചെറിയ ദുആ ചെയ്ത് പെട്ടെന്ന് തന്നെ നമുക്ക് പിരിയാം. അങ്ങനെ പിരിയുമ്പോൾ 3 പേർക്ക് ഈ സദസ്സിലേക്ക് വന്ന് ഇൻഷാ അല്ലാഹ് 2 കുപ്പി ചെറിയ തേൻ, 3 കുപ്പി തേൻ ഈ സദസ്സിലുണ്ട്. 2501 നിങ്ങളത് കണക്കാക്കേണ്ട കാര്യമില്ല. ഇൻഷാ അല്ലാഹ് 3 പേർക്ക് ഈ സദസ്സിൽ വന്നത് വാങ്ങാം. 3 പേർക്ക് ഒരാൾക്ക് 2501 രൂപ എന്ന നിലയിൽ 3 കുപ്പി തേൻ. ഏതെങ്കിലും സഹോദരിമാർക്ക്, സഹോദരങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ദുആ കഴിയുമ്പോൾ ഈ സദസ്സിൽ വന്ന് വാങ്ങുക. എത്ര ചെറുതാണ് എന്ന് നിങ്ങൾ കരുതരുത്. ഇത് കിട്ടുന്നവർക്ക് നേട്ടമുണ്ട്. അല്ലാഹു ആ നേട്ടം മജ്‌ലിസിന്റെ ഹക്ക് കൊണ്ട് തരട്ടെ. സ്വലാത്ത് ശിഫായിന്റെ സലാത്ത് ചൊല്ലി ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യും. നാഥൻ അനുഗ്രഹിക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് اللهم صل على محمد. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹുവേ, രാജാതിരാജനായ രാജസയ്യിദായ തമ്പുരാനെ, ഈ സദസ്സിന്റെ ദുആ നീ സ്വീകരിക്കണേ അല്ലാ. ഒരുപാട് കോടീശ്വരന്മാർ ഒരുമിച്ച് കൂടിയ മജ്‌ലിസല്ല അല്ലാ. ഒരുപാട് സാധുക്കളും പട്ടിണിപ്പാവങ്ങളും രോഗികളും വിഷമമുള്ളവരും സങ്കടമുള്ളവരും മനസ്സുകൊണ്ട് നിന്നെ വേണം എന്ന് ആർത്തിയോടെ കൊതിക്കുന്നവരും നിന്റെ ഹബീബനെ ജീവന്റെ ജീവനായി ഇഷ്ടപ്പെടുന്ന പാവപ്പെട്ടവരുമായ സഹോദരങ്ങളുടെ സഹോദരിമാരുടെ മജ്‌ലിസാണ് അല്ലാ. അല്ലാഹുവേ, നീ കബൂലാക്കണേ അല്ലാ. ഇന്ന് മരണപ്പെട്ട ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യാം. മക്കൾ തന്ന സ്വതക്കയെ നീ സ്വീകരിക്കണേ അല്ലാ. ആ ഉമ്മാടെ ഖബർ വിശാലമാക്കണേ അല്ലാ. ഭാഗ്യമുള്ള ഉമ്മയാണ് തമ്പുരാനെ. ഈ വലിയ സ്വർഗീയാരാമത്തിന്റെ ദുആ മാതാവിന് കിട്ടിയല്ലോ. ആ പ്രിയപ്പെട്ട ഉമ്മാടെ ആഖിറം നീ രക്ഷപ്പെടുത്തി കൊടുക്കണേ അല്ലാ. ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാര് ഒത്തിരി ദൂര സ്ഥലത്തു നിന്ന് വന്നിട്ടുണ്ടല്ലോ. ആ സ്ഥലങ്ങളെ ഞാൻ ഓർക്കുന്നില്ല. വിശിഷ്യായി എനിക്കെടുത്തു പറയേണ്ടത്, ഇന്നലെ പ്രസംഗിച്ച മണ്ണാർക്കാട് നിന്ന് ഒരു വണ്ടി നിറച്ചാണ് അല്ലാഹുവേ സഹോദരങ്ങൾ മണിക്കൂറുകളോളം യാത്ര ചെയ്തിട്ട് ഇവിടെ എത്തിയത്. അവരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അതുപോലെ മലപ്പുറത്ത് നിന്ന് ഇന്ന് വേണ്ട ഒരുപാട് സ്ഥലത്ത് നിന്ന് അല്ലാഹുവേ 45, 50, 65 കിലോമീറ്ററുകൾ ബൈക്കിൽ യാത്ര ചെയ്ത് പ്രിയപ്പെട്ട പാവപ്പെട്ട കൂലിവേലക്കാരായ ചെറുപ്പക്കാര് അല്ലാഹുവേ, അതിന് മാത്രം ഈ മജ്‌ലിസിൽ നിന്നവർക്ക് നീ നന്മ കൊടുക്കണേ
അല്ലാ. എത്ര കഷ്ടപ്പെട്ടു വന്നവരുണ്ടോ ഇവിടെ ജീവിതത്തിന്റെ കഷ്ടപ്പാട് മാറ്റണേ അല്ലാ. പാവപ്പെട്ട മക്കളാണല്ല, നിന്റെ ദീനിനു വേണ്ടി കൽബ് കൊടുക്കാൻ നിയുക്ത ചെയ്തവരാണല്ല. സിനിമ കാണാൻ നിർത്തിയവരുണ്ടല്ല, പെണ്ണു നോക്കണം നിർത്തിയവരുണ്ടല്ല, കണ്ണുപിടിക്കൽ നിർത്തിയവരുണ്ടല്ല, കാമുകിമാരോട് മുകളിലൂടെയുള്ള സംസാരം നിർത്തിയവരുണ്ടല്ല. പടച്ചവന് 25 വയസ്സെത്തുന്നതിന് മുമ്പ് 25 ലക്ഷം സ്വലാത്ത് ചൊല്ലിയ ചെറുപ്പക്കാരുണ്ടല്ല. ആ സഹോദരങ്ങൾക്ക് ഇനിയും നീ വളർച്ച കൊടുക്കണേ അല്ല. നാഥാ, ഈ സദസ്സിൽ വന്ന മുഴുവൻ പേരെയും നീ അനുഗ്രഹിക്കണേ അല്ല. ഇന്ന് അപകടത്തിൽപ്പെട്ട ഹുസൈൻ എന്ന സഹോദരൻ ആഫിയത്ത് കൊടുക്കണേ അല്ല. പടച്ചവനെ, ഞങ്ങളൊക്കെ വാഹനങ്ങൾ നിറഞ്ഞ് തിരക്കുള്ള റോഡിലൂടെ വാത് കഴിഞ്ഞ് ഇനി പാതിരാത്രി യാത്ര പോകേണ്ടവരാണ്. അപകടം തരല്ല അല്ല, ആക്സിഡന്റ് തരല്ല അല്ല. പടച്ചവനെ, പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന രീതിയിൽ ഞങ്ങളെ മരിപ്പിക്കല്ല അല്ല. തിരുവനന്തപുരം ജില്ലയുടെ അല്ലാഹുവേ പടച്ചവനെ, ആലങ്കോട് നടന്ന അപകടത്തിൽപ്പെട്ട അഭ്യാസന്റെ നിലയിൽ കഴിയുന്ന പെങ്ങളെ നീ ആഫിയത്തിലാക്കണേ അല്ല. ആലുവയിൽ ഇന്നലെ നടന്ന അപകടത്തിൽ അല്ലാഹുവേ സീരിയസ് ആയി കഴിയുന്ന 23 വയസ്സുകാരനാണ് സ്കാരത്തടമ്പുള്ള പാവപ്പെട്ട മുസ്ലിം കൂട്ടുകാരന് ആഫിയത്ത് നീ കൊടുക്കണേ അല്ല. ജീവിച്ചു ഒരു തീരാത്ത പാവപ്പെട്ട ചെറുപ്പക്കാരാണ്. ഇനി ഒരുപാട് സുജൂദ് ചെയ്യണമെന്ന് മോഹിക്കുന്നവരാണ്, മദീന കാണണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് അല്ലാഹുവേ, ആ മോഹം പൂവണിയുന്നതിന് മുമ്പ് അവിടെ റൂഹ് നീ പിടിക്കല്ലേ അല്ലാ. അല്ലാഹുവേ, പ്രദേശത്ത് ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന തൊട്ടാപ്പ് കടപ്പുറത്ത് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാര് ഫൈസലടക്കമുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഈ വേദിയിലുണ്ടല്ല. അവരെ രക്ഷപ്പെടുത്തണേ അല്ല. അവിടെ കുടുംബത്തിന് ബറക്കത്ത് കൊടുക്കണേ അല്ല. അവിടെ ജീവിതത്തിന് സന്തോഷം കൊടുക്കണേ അല്ല. നിന്റെ പൊരുത്തമുള്ളവരാക്കണേ അല്ല. നീ വെറുക്കുന്നവരാക്കല്ലേ അല്ല. നീ അല്ലാഹുവേ തള്ളിക്കളയുന്നവരാക്കല്ലേ അല്ല. ഈ സദസ്സിൽ വന്ന എല്ലാ ചെറുപ്പക്കാർക്കും നിന്റെ തൃപ്തി കൊടുക്കണേ അല്ല. പടച്ചവനെ, വെളിയങ്കോട് ഉമർ ഖാദി റഹ്മത്തുള്ളാഹിയുടെ കറാമത്തുകൾ അധികരിപ്പിക്കണയല്ല. ആ മഹാനുഭാവന്റെ പൊരുത്തം ജാഹിലികളാണ് നിങ്ങൾക്ക് തരണയല്ല. ആ നാട്ടിൽ നിന്ന് വന്നവരുണ്ടല്ല, ഈ പരിസരത്ത് മുഴുവനും വന്ന സ്ത്രീകളുണ്ടല്ല. നരകത്തിന്റെ വിറകാക്കിയവരെ മാത്രല്ല, ഒന്നും പരലോകത്തേക്ക് വേണ്ടി ചെയ്യാൻ കഴിയാത്തവരാ നമ്മൾ. ഒന്നാമരായി സ്വർഗത്തിൽ കടക്കുമെന്ന് നബിതങ്ങൾ പറഞ്ഞ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതത്തിന് മുന്നിൽ നിങ്ങളുടെ ജീവിതം ഒന്നുമല്ല റബ്ബേ, ഒന്നുമല്ല റബ്ബേ, ഒന്നുമല്ല റബ്ബേ. സുഖമില്ലാത്ത ഉമ്മയെപ്പോലും ചെന്ന് കാണാത്ത മക്കൾ ഞങ്ങളിലുണ്ടല്ല. രോഗിയായ ഉപ്പയോട് പോലും അടുത്തു ചെന്നിരുന്ന് വിശേഷം തിരക്കാ മനസ്സില്ലാത്ത മക്കളെ ഈ സദസ്സിലുണ്ടല്ല. അവർക്ക് പരിവർത്തനത്തിന്റെ കാറ്റായി ഈ മജ്‌ലിസിന്റെ തെന്നലിനെ മാറ്റിക്കൊടുക്കണേ അല്ല. 6666 രൂപ ചോദിച്ചപ്പോ സദസ്സിൽ നിന്ന് ആദ്യമായി ഒന്നാമനായി എഴുന്നേറ്റ കൂട്ടുകാരൻ ഉൾപ്പെടെ അവസാനം പറഞ്ഞ സഹോദരൻ വരെയുള്ള 5 പേരെയും 4 പേരെയും നീ അനുഗ്രഹിക്കണയല്ല. അവിടെ ആക്കിബത്ത് നന്നാക്കണയല്ല. അവർക്ക് പരിപൂർണമായ വിജയം കൊടുക്കണയല്ല. ബക്കറ്റ് മുമ്പിലൂടെ കൊണ്ടുപോയപ്പോ ആ ബക്കറ്റിലേക്ക് സ്വതക്കയുടെ സഹോദരങ്ങളുടെ മനസ്സറിയുന്ന അല്ല. ആ മനസ്സ് വിശാലമാക്കണയല്ല. ആ സമ്പത്ത് അധികരിപ്പിക്കണയല്ല. എന്റെ ഈ സദസ്സിലിരിക്കുന്ന ഉസ്താദുമാരായ 2 ഉസ്താദുമാരെയും നീ അനുഗ്രഹിക്കണയല്ല. അവർ 2 പേരും സാധുക്കളാ, വിനയമുള്ളവരാ, അറിവുള്ളവരാ, ഇഖ്ലാസുള്ളവരാ. പടച്ചവനെ, മരിക്കുന്നത് വരെ ഇഖ്ലാസോടെ നിന്റെ ദീനിന് ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖ് കൊടുക്കണേ അല്ല. നിങ്ങളെ നിന്നെ പേടിക്കുന്നവരാക്കണേ അല്ല. റസൂലുള്ളാഹിയുടെ പൊരുത്തത്തോടെ മരിക്കുന്നവരാക്കണേ അല്ല. നിന്റെ ഹബീബിനെ കണ്ടു മരിക്കാൻ ഞങ്ങളെ നീ തിരഞ്ഞെടുക്കണേ അല്ല. അല്ലാഹുവേ, ഞങ്ങൾ സാധുക്കളാ, എപ്പോ മരിക്കുമെന്ന് ഞങ്ങൾക്കറിയില്ല റബ്ബേ. ഈമാനില്ലാത്ത മരണം ഞങ്ങൾക്ക് തരല്ല അല്ല. പടച്ചവനെ, ഈ സരസ് വിടന്ന് പിരിയുമ്പോ ഇന്ന് ഈ സരസിൽ ചൊല്ലിയ മുഴുവൻ സ്വലാത്തിന്റെയും പുണ്യം, മുഴുവൻ ആയത്തിന്റെയും ഹദീസിന്റെയും പുണ്യം ഈ 3 കുപ്പി തേനിൽ നീ ഉൾപ്പെടുത്തണേ അല്ല. ഈ സ്വർഗീയാരാമത്തിന്റെ ബറക്കത്തിന്റെ അകത്ത് നീ ഉൾപ്പെടുത്തണേ അല്ല. ഒരു കുപ്പിക്ക് 2501 രൂപ തന്നുകൊണ്ട് ഈ മഹത്താര വേദിയിലേക്ക് കടന്നു വന്നുകൊണ്ട് ഈ 3 കുപ്പി തേൻ വാങ്ങുന്ന 3 സഹോദരങ്ങൾ, ഇത് ചെറുതാണെങ്കിലും സ്വർഗത്തിന്റെ വലിയ തേനാറ് കുടിക്കാൻ അവർക്ക് തൗഫീഖ് കൊടുക്കണയല്ല. 2-3 ലക്ഷം രൂപ മരുന്നിന് ചിലവഴിക്കുന്ന രോഗം നീ അവർക്ക് കൊടുക്കല്ല. ഇത് വന്ന് വാങ്ങുമ്പോ എന്ത് ആഗ്രഹമാണോ അവരുടെ മനസ്സിലുള്ളത്, ആ ആഗ്രഹം ഇത് വാങ്ങുമ്പോ തന്നെ റബ്ബേ നീ നിറവേറ്റി കൊടുക്കണേ അല്ല. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ്. 3 പേർക്ക് വരാം, 3 പേർക്ക് നിർബന്ധമൊന്നുമില്ല. അള്ള വിധിച്ചവർക്ക് കൊണ്ടുപോകാം.
ബിസ്മില്ലാ സല്ലല്ലാഹു അലാ. ഇനി രണ്ടുപേരൂടി സല്ലല്ലാഹു അലാ മുഹമ്മദ്. രണ്ട് ചെറിയ കുപ്പിത്തേന താല്പര്യമുള്ളവർക്ക് വരാം. സ്ത്രീകളുടെ ഭാഗത്ത് ആർക്കെങ്കിലും വേണമെങ്കിൽ സഹോദരങ്ങൾ പെട്ടെന്ന് ചോദിച്ചോ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. സ്വലാത്ത് ചൊല്ലി പിരിയുന്ന ഈ മജ്‌ലിസിൽ അള്ളാഹു തരുന്ന ഏറ്റവും വലിയ മരുന്നായിട്ട് ഇത് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വരാം. കടത്തിവിട്. സല്ലല്ലാഹു അലാ മുഹമ്മദ്. അള്ളാഹുവെ സലാത്ത് ചെല്ലുമ്പോ, ഈ ഹബീബിന്റെ പേരിൽ സലാത്ത് ചെല്ലുമ്പോ എന്റെ കയ്യിൽ നിന്ന് സ്വർഗീയ ആരാമത്തിൽ നിന്നത് വാങ്ങാൻ മനസ്സ് കാണിച്ചവർ, ഇത് ചെറിയ ഒരു കുപ്പിയാണല്ലോ. അള്ളാഹുവെ പഠിച്ചവരെ അവർക്ക് സ്വർഗം കൊടുക്കാതെ മരിപ്പിക്കല്ല അല്ല, സ്വർഗം കാണാതെ മരിപ്പിക്കല്ല അല്ല. കുലൂത്തക്ക് പേര് സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഈ മൂന്ന് സഹോദരങ്ങളുടെ ആത്മത്തനം നാക്കല്ല, ആഖിറം രക്ഷപ്പെടുത്തണല്ല. ദുനിയാവിൽ വലിയ രോഗം കൊടുത്ത് പരീക്ഷിക്കല്ലേ അല്ലാ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.